Hi everyone, welcome to Logic System Designed by Nino. Today we will see a synchronous counter. Last classes we will synchronous counters designing procedures അതുപോലെ തന്നെ ഒരു particular synchronous counter 3-bit synchronous up counter designing നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു continuation ആയിട്ട് ഒരു 3-bit synchronous up down counter ഒരു ഡിസൈനിങ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, 3-bit synchronous up down counter means it can count the sequence either upward or downward. അതായത് upward means ascending orderൽ ഒരു കൗണ്ടിങ് 3-bit യൂസ് ചെയ്തിട്ട് 000 001 010 അങ്ങനെ ഒരു അപ്പ് കൗണ്ടിങ്ങും അതേപോലെ തന്നെ ഒരു ഡൗൺ കൗണ്ടിങ് 111 110 101 അതുപോലെ ഒരു ഡൗൺ കൗണ്ടിങ്ങും പോസിബിൾ ആണ്. ഒരു സിംഗിൾ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് അപ്പ് കൗണ്ടിങ്ങും ഡൗൺ കൗണ്ടിങ്ങും എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ ഒരു കൗണ്ടറിൻ്റെ ഒരു ബേസിക് ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു സിങ്ക്രണസ് അപ്പ് ഡൗൺ കൗണ്ടറാണ്. അതുകൊണ്ട് തന്നെ ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് വിൽ ഹാവ് ദ സെയിം ക്ലോക്ക് പൾസ് തന്നെയായിരിക്കും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ക്ലോക്ക് ഇൻപുട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് എ സിങ്ക്രണസ് കൗണ്ടർ. ദെൻ ഇതിനകത്ത് അപ്പ് കൗണ്ടിങ് ആൻഡ് ഡൗൺ കൗണ്ടിങ് രണ്ടും നമുക്ക് പോസിബിൾ ആവണം. വി ക്യാൻ ഇംപ്ലിമെൻറ്റ് ദിസ് അപ്പ് കൗണ്ടിങ് ആൻഡ് ഡൗൺ കൗണ്ടിങ് ബൈ യൂസിങ് എ മോഡ് സിഗ്നൽ. മോഡ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ട്രാ ഒരു ഇൻപുട്ട് നമ്മൾ ഈ ഒരു സിങ്ക്രണസ് കൗണ്ടറിൻ്റെ സർക്യൂട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാണ്. വെനെവർ ദിസ് മോഡ് ഈസ് ഈക്വൽ ടു 0 ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ അപ്പ് കൗണ്ടിങ് or when it is equal to 1 there will be a down counting. അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം 3-bit കൗണ്ടറാണ്. 3-bit കൗണ്ടർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. ഈ 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് വി ക്യാൻ ഐദർ ചൂസ് SR, JK, D or T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഹിയർ ഐ എം യൂസിങ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഓക്കെ, ദെൻ നമുക്ക് അതിൻ്റെ ഒരു ഡിസൈനിങ് പ്രൊസീജിയറിലേക്ക് കടക്കാം. ഫസ്റ്റ് വി ഹാവ് ടു ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഈസിൻ്റ് ഇറ്റ് നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് it is equal to the number of bit that included in the counting sequence. Here we are using a 3-bit counter, so the counter will have 3 flip-flops and I am choosing T flip-flops. So the number of flip-flops will be 3. We are using 3 T flip-flops. Okay, then in the next step we have to obtain the excitation table of this T flip-flop. We can use any other flip-flop, then we have to use the corresponding excitation table. Okay, then whenever there is a state change qn plus 1 എന്നുള്ളൊരു സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ this qn represent the previous output and this qn plus 1 represent the next output. Okay, then ഈ ഒരു സ്റ്റേറ്റ് ചേഞ്ചസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് if there is no state change correspondingly t will be 0. if there is any state change correspondingly t will be 1. അതായത് ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് t 1 ആയിരിക്കും. സ്റ്റേറ്റ് ചേഞ്ച് ഇല്ല എങ്കിൽ മെമ്മറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ t എന്ന് പറയുന്നത് 0 ആയിരിക്കണം. ഇവിടെ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ട്, t 1 ആയിരിക്കണം. ഇവിടെ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഇല്ല, 1 എന്നുള്ളൊരു ഔട്ട്പുട്ട് 1 ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സോ t ഈസ് ഈക്വൽ ടു 0. നമുക്ക് ഇങ്ങനെ ഒരു എക്സൈറ്റേഷൻ ടേബിൾ എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. ഡിസൈനിങ് പ്രൊസീജിയറിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടെങ്കിൽ t 1 ആവുക, സ്റ്റേറ്റ് ചേഞ്ച് ഇല്ല, ഫ്ലിപ്പ് ഫ്ലോപ്പ് മെമ്മറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ t എന്ന് പറയുന്നത് 0 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആഫ്റ്റർ ഓൾ ദിസ് ഈസ് ദ എക്സൈറ്റേഷൻ ടേബിൾ ഓഫ് T flip flop. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? നമുക്ക് ഡിസൈനിങ് സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഡയഗ്രാം ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു 3-bit അപ്പ് ഡൗൺ കൗണ്ടറാണ് നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്. ആ ഒരു കൗണ്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഡയഗ്രാം ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അതിനകത്ത് എന്തൊക്കെ സ്റ്റേറ്റ്സ് വരുന്നതാണ് അല്ലേ. 3-bit യൂസ് ചെയ്തിട്ട് നമുക്ക് 0 മുതൽ 7 വരയ്ക്കാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതായത് 000 മുതൽ 111 വരയ്ക്കായിരിക്കും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ആദ്യം റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, these are the different states through which this 3-bit counter may pass. അതായത് 000 001 010 011 100 101 110 111 അതായത് 0 മുതൽ 7 വരയ്ക്കുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ നമ്മളൊരു സ്റ്റേറ്റ് ഡയഗ്രാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു റെപ്രസെൻറ്റ് ഇറ്റ്സ് ഡയറക്ഷൻ ഓഫ് പ്രൊസീഡൻസ്. ദെൻ 0-ൽ നിന്ന് നെക്സ്റ്റ് പോകുന്നത് 001 എന്നൊരു സ്റ്റേറ്റിലായിരിക്കും. ദിസ് കൗണ്ടർ ക്യാൻ കൗണ്ട് ഐദർ ഇൻ ദ അപ്പ് കൗണ്ടിങ് ഓർ ഡൗൺ കൗണ്ടിങ്. ദെൻ ഇഫ് യു ആർ കൺസിഡറിങ് ദ അപ്പ് കൗണ്ടിങ് ദെൻ ദ കൗണ്ട് സീക്വൻസ് വിൽ ബി ലൈക്ക് ദിസ് 0002 001. next it will go to 010, next it will go to 011, next to 100, next to 101, then again to 110, then to 111. after that it will return to the initial state 000. okay, ഇതൊരു അപ്പ് കൗണ്ടിങ്ങിൻ്റെ സീക്വൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദിസ് അപ്പ് കൗണ്ടിങ് വിൽ എസ്റ്റാബ്ലിഷ് വെൻ ദ മോഡ് സിഗ്നൽ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, മോഡ് 0 ആയിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു അപ്പ് കൗണ്ടിങ് എന്ന് പറയുന്നത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ മോഡ് ഈസ് ഈക്വൽ ടു 1 ആണ് എങ്കിൽ അതിനകത്തൊരു ഡൗൺ കൗണ്ടിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? ഡൗൺ കൗണ്ടിങ് ആണെങ്കിൽ 111 എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് നമ്മുടെ കൗണ്ടർ നിൽക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ഡൗൺ കൗണ്ട് ടു 110, ദെൻ ഇറ്റ് വിൽ ഗോ ടു 101, then it will go to 100, then to 011, 010,
0 0 1, after that it will go to 0 0 0, after that it will return to the condition 1 1 1. Okay, there is a down counting, അതായത് 7 6 5 4 3 2 1 0 again to 7, അതായത് ഡൗൺ കൗണ്ടിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ദിസ് ഡൗൺ കൗണ്ടിങ് വിൽ അക്കംപ്ലിഷ് വെൻ ദ മോഡ് സിഗ്നൽ ഈസ് ഈക്വൽ ടു 1. മോഡ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ഡൗൺ കൗണ്ടിങ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റേറ്റ് ഡയഗ്രാം കറസ്പോണ്ടിങ് ടു the 3-bit synchronous up-down counter. It will count from 0 0 0 to 1 1 1 when the mode signal is equal to 0. Then it will count from 1 1 1 to 0 0 0 in the downward, in the descending order when the mode signal is equal to 1. Okay, this is the state diagram, and corresponding to this state diagram we have to obtain the excitation table for the circuit. Okay, let's see the excitation table. Just remember that when the mode is equal to 0, the counter is proceeding in the ascending order, and when the mode is equal to 1, the counter is going in the descending order. Okay, by using that concept we will obtain the excitation table for the circuit. Okay, let's see. ഒരു 3-bit സിങ്ക്രണസ് അപ്പ് ഡൗൺ കൗണ്ടറിൻ്റെ എക്സൈറ്റേഷൻ ടേബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ട് എൻട്രീസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു 3-bit കൗണ്ടർ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. 3 ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ 3 ഔട്ട്പുട്ട്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, Q3 Q2 Q1, ആൻഡ് Q3 Q2 Q1 റെപ്രസെൻറ്റ്സ് ദ പ്രീവിയസ് ഔട്ട്പുട്ട്, ആൻഡ് Q3 star, Q2 star, Q1 star represents the next output. അതായത് നെക്സ്റ്റ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് ഈ ഒരു ഔട്ട്പുട്ടിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഒരു അപ്പ് ഡൗൺ കൗണ്ടർ ആയതുകൊണ്ട് വി നോ ദാറ്റ് ദർ വിൽ ബി എ മോഡ് കൺട്രോൾ ലൈൻ, ആൻഡ് യൂസിങ് ദിസ് മോഡ് കൺട്രോൾ വി ക്യാൻ കൺട്രോൾ ദിസ് കൗണ്ടർ. ദറ്റ് ഈസ് വെനെവർ മോഡ് ഈസ് ഈക്വൽ ടു 0 ദർ വിൽ ബി എ അപ്പ് കൗണ്ടിങ്. ദെൻ ഇഫ് മോഡ് ഈസ് ഈക്വൽ ടു 1 കറസ്പോണ്ടിംഗ്ലി ദർ വിൽ ബി എ ഡൗൺ കൗണ്ടിങ്. ഓക്കെ, then here you can see that ഇവിടെ നമുക്ക് മോഡ് എന്ന് പറയുന്ന ഒരു പിന്നിൽ നമ്മൾ 0 ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. then it will have a up counting. You can see that Q3 Q2 Q1 is equal to 0 0 0. On the next clock it will become 0 0 1. അതായത് അപ്പ് കൗണ്ടിങ് ആണ്. 0യിൽ നിന്ന് 1 എന്നൊരു സ്റ്റേറ്റിലേക്കാണ് പോയിരിക്കുന്നത്. 0 0 1 എന്നൊരു സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് ഒരു ക്ലോക്ക് വരുന്ന സമയത്ത് 0 1 0 ആണ് വന്നിരിക്കുന്നത്. അതായത് അപ്പ് കൗണ്ടിങ് അവിടെ വരുന്നത്. ഓക്കെ, പ്രീവിയസ് സ്റ്റേറ്റ് ആണ് ഇവിടെ Q3 Q2 Q1 എന്ന് കാണിച്ചിട്ടുള്ളത്. ഒരു നെക്സ്റ്റ് ക്ലോക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും ആ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Here you can see that whenever mode is equal to 0, for each clock pulse the counter is incrementing its output value. അതായത് 0 0 0യിൽ നിന്ന് 0 0 1ലേക്കും 0 0 1ൽ നിന്ന് 0 1 0, അതുപോലെ തന്നെ 0 1 0ലിരിക്കുന്ന ഒരു കൗണ്ടർ 0 1 1, അങ്ങനെ ഇൻക്രിമെൻറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നുണ്ടായിരിക്കുക. സോ വി ക്യാൻ സേ ദാറ്റ് whenever mode is equal to 0 the counter is acting as a up counter. Okay, then mode is equal to 1 വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? whenever mode is equal to 1, this is the previous count. On the next clock pulse it will change to this state. Okay, then 0 0 0 എന്നൊരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് 1 1 1 എന്നൊരു സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, then 0 0 1 എന്നുള്ളൊരു സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 0 0യിലേക്കാണ് പോകുന്നത്. അതായത് 1 എന്നൊരു സ്റ്റേറ്റിലുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക്, അതായത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും അതിൻ്റെ കൗണ്ട് പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, then 0 1 0യിൽ എത്തിയിട്ടുള്ള ഒരു കൗണ്ടർ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 0 0 1 ആയിരിക്കും. ഓക്കെ, അതായത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. ഓരോ ക്ലോക്ക് പൾസ് കിട്ടുന്ന സമയത്തും നെക്സ്റ്റ് കൗണ്ടർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദ പ്രീവിയസ് വൺ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡ് 0 ആയിരിക്കുന്ന സമയത്ത് വി നോ ദാറ്റ് ദ നെക്സ്റ്റ് കൗണ്ട് വിൽ ബി 1 ഗ്രേറ്റർ ദാൻ ദ പ്രീവിയസ് വൺ. അതായത് പ്രീവിയസ് കൗണ്ട് പ്ലസ് 1 ആയിരിക്കും നെക്സ്റ്റ് കൗണ്ട് വരുന്നുണ്ടായിരിക്കാം. ഈ ഒരു മോഡ് ഈസ് ഈക്വൽ ടു 1 ആണ് എങ്കിൽ the next count will be 1 less than the previous count. Previous countനേക്കാൾ 1 കുറവായിരിക്കും നെക്സ്റ്റ് കൗണ്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, these are the input entries corresponding to the excitation table of a up down counter. Now by using these input entries we have to determine what will be the t value. അതായത് നമുക്കറിയാം 3 t ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആ 3 t ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ t ഇൻപുട്ടിൽ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കൗണ്ടർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ ഈ ഒരു മോഡ് ഇസിക്കൽ ടു 0 ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു കൗണ്ടർ അപ്പ് കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യണം. മോഡ് ഇസിക്കൽ ടു 1 ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു കൗണ്ടർ ഡൗൺ കൗണ്ടർ ആയിട്ട് വർക്ക് ചെയ്യണം. സോ ബൈ യൂസിങ് ദീസ് എൻട്രീസ് വി ഹാവ് ടു ഡിറ്റർമിൻ വാട്ട് വി ഹാവ് ടു അപ്ലൈ ടു ദ t ഇൻപുട്ട് ഓഫ് ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. നമുക്ക് ഈ 3 t ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ടി എന്നുള്ള ഒരു ഇൻപുട്ടിൽ എന്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സിൻ്റെ ഇൻപുട്ട്സ് എന്തൊക്കെയായിരിക്കും? T3, T2 ആൻഡ് T1 ആർ ദ ഇൻപുട്ട്സ് കറസ്പോണ്ടിങ് ടു ദ 3 T ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, ദെൻ വി ഹാവ് ടു ഫിൽ അപ്പ് ദീസ് T3 depending on the state change of
Q3 to Q3 സ്റ്റാർ. അതായത് Q3യിൽ നിന്ന് Q3 സ്റ്റാറിലേക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട് എങ്കിൽ T3 എന്ന് പറയുന്നത് 1 ആയിരിക്കും. Q3 to Q3 സ്റ്റാർ നോക്കുന്ന സമയത്ത് ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ദെൻ T3 will be 0. അതായത് T ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എക്സൈറ്റേഷൻ ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഫില്ല് ചെയ്യേണ്ടത്. ബട്ട് വി നോ ദാറ്റ് ഇറ്റ്സ് വെരി സിമ്പിൾ ഇൻ ദ കേസ് ഓഫ് T ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഒരു സ്റ്റേറ്റ് ചേഞ്ച് വരുന്നുണ്ട് എങ്കിൽ T എന്ന് പറയുന്നത് 1 ആയിരിക്കണം. സ്റ്റേറ്റ് ചേഞ്ച് വരുന്നില്ല എങ്കിൽ, അതായത് പ്രീവിയസ് ഔട്ട്പുട്ട് തന്നെയാണ് നെക്സ്റ്റ് ഔട്ട്പുട്ടിലും കിട്ടുന്നതെങ്കിൽ T ഇൻപുട്ട് ഷുഡ് ബി 0. ഓക്കെ, ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇവിടെ ഒരു ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വി ക്യാൻ സീ ദ Q3 ആൻഡ് Q3 സ്റ്റാർ ഔട്ട്പുട്ട്സ്. ഓക്കെ, അതായത് Q3യുടെ പ്രീവിയസ് വാല്യൂ നെക്സ്റ്റ് വാല്യൂ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് T3 എന്നുള്ളൊരു എൻട്രീസ് നമ്മൾ ഫില്ലപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ Q3 is 0, Q3 star is also 0. There is no state change, it acts as the memory, so T3 is equal to 0. Then Q3 is equal to 0, Q3 star is also 0, so T3 is equal to 0. ഇവിടെയും സ്റ്റേറ്റ് ചേഞ്ച് ഒന്നും വരുന്നില്ല, T3 is equal to 0 ആണ്. ദെൻ ഇവിടെ നമുക്കൊരു സ്റ്റേറ്റ് ചേഞ്ച് വരുന്നുണ്ട്, Q3 is equal to 0 ആണ്, Q3 star is equal to 1 ആണ്. ദെൻ T3 will be 1. ഒരു സ്റ്റേറ്റ് ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ മാത്രം T ഇൻപുട്ട് 1 ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് ഹിയർ 1 and 1, 1 and 1, 1 and 1. So there is no state change, T3 will be 0, 0, 0. Here Q3 is equal to 1, Q3 star is equal to 0. അതായത് സ്റ്റേറ്റ് ചേഞ്ച് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് T3 എന്ന് പറയുന്നത് 1 അപ്ലൈ ചെയ്യണം. We can fill all these entries. Okay, we have obtained the T values corresponding to the state changes which is appearing at the 3 outputs Q3, Q2 and Q1. ആ 3 ഔട്ട്പുട്ട് ടെർമിനൽസിൽ എന്താണ് സ്റ്റേറ്റ് ചേഞ്ച് വരുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളിവിടെ T വാല്യൂസ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടിയുടെ ഈ ഒരു വാല്യൂസ് എല്ലാം ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, വെരിഫൈ ചെയ്യാം. ഓക്കെ, നൗ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ടു ദ T ഇൻപുട്ട്സ്. അതായത് നമുക്ക് 3 T ഇൻപുട്ടാണുള്ളത്. ഈ 3 T ഇൻപുട്ടിൽ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, ഈ ഒരു ടേബിളിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ബൈ യൂസിങ് K-map. 3 T ഇൻപുട്ട്സ് ആണ് നമുക്കുള്ളത്. 3 K-map യൂസ് ചെയ്തിട്ട് വി ഹാവ് ടു ഒബ്റ്റെയിൻ ദ സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ കറസ്പോണ്ടിങ് ടു T3, T2 and T1. Okay, then we know that in the K-map we have to enter these previous outputs. ഈ ഒരു പ്രീവിയസ് ഔട്ട്പുട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു മോഡ് എന്നുള്ളൊരു ഇൻപുട്ടും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ വി ഹാവ് ടു കൺസിഡർ എ 4 variable K-map for T3, T2 and T1. ഓക്കെ, 4 variable K-maps യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു സിംപ്ലിഫൈഡ് എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, T3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു 4 variable K-map ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വി നോ ദാറ്റ് അലോങ് വിത്ത് ദ പ്രീവിയസ് ഔട്ട്പുട്ട് വി ഹാവ് ടു കൺസിഡർ ദ മോഡ് ഇൻപുട്ട് ഓൾസോ. അങ്ങനെയാണ് നമുക്കൊരു 4 variable K-map നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ദെൻ M, Q3, Q2, Q1 ആ ഒരു 4 variable എൻട്രീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പെർട്ടിക്കുലർ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് T3 എന്താണോ വരുന്നത് ആ ഒരു കറസ്പോണ്ടിങ് സെൽസിൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് എൻ്റർ ചെയ്ത് പോകണം. ഓക്കെ, ഇൻപുട്ട് വാരിയബിൾസ് ആർ M, Q3, Q2 ആൻഡ് Q1. കറസ്പോണ്ടിങ്ങിൽ എന്താണ് T3യുടെ വാല്യൂസ് എന്നാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ M, Q3, Q2, Q1 is equal to 0, 0, 0 here. Then കറസ്പോണ്ടിങ്ങിൽ T3 എന്ന് പറയുന്നത് 0 ആണ്. We will enter a 0 here. Okay, then M, Q3, Q2, Q1 is equal to 0, 0, 0, 1. കറസ്പോണ്ടിങ്ങിൽ ഈ ഒരു സെല്ലാണ് വരുന്നുണ്ടായിരിക്കുക. Then T3 is equal to 0. Okay, you can see that it comes in an order. 0, 0, 0, 0 മുതൽ 1, 1, 1, 1 വരെ കറക്റ്റ് ഒരു ഓർഡറിൽ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ എൻ്റർ ചെയ്ത് പോകുന്ന പോലെ തന്നെ ചെയ്യാം. ഓക്കെ, ദെൻ 0, 0, 0, 1, 0, 0, 0, 1, then 1, 0, 0, 0, 1, 0, 0, 0. Okay, this is the entries for the K-map. Now we can group the ones. Okay, here there are 2 ones we can group together. Here also there are 2 ones we can group together. Then corresponding to these 2 groups the expressions will be, here it will be M, Q2 bar, Q1 bar, or here it will be M bar, Q2, Q1. Okay, this is the expression for T3. Okay, now let's see the simplified expression corresponding to T2 by using another 4 variable K-map. Okay, T2 corresponding to 4 variable K-map ആണ്. Now we have to enter the corresponding values. Then first we know that T2 is equal to 0, then it will be 1, 0, 1, 0, 1, 0, 1, again it is 1, 0, 1, 0, 1, 0, 1, 0. These are the input entries of this particular K-map.
ഈ ഒരു എം Q3 Q2 Q1 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ കറക്റ്റ് ഒരു 4 ബിറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓർഡറിൽ വന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ആയിട്ട് ഇത് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ എന്താണോ ഇവിടെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ആ കറസ്പോണ്ടിങ് സെൽ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ഒരു ടി വാല്യൂ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഈ ഒരു T2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഫസ്റ്റ് വി ഹാവ് ടു ഗ്രൂപ്പ് ദ വൺസ് ടുഗദർ. ഓക്കെ, ഹിയർ വി ക്യാൻ ഫോം എ ഗ്രൂപ്പ്. ഹിയർ ഓൾസോ the 4 ones can be grouped together. Corresponding to these two groups, the expressions will be T2 is equal to, corresponding to this group, what will be the expression here? M, and corresponding to the top side, it will be Q1 bar, or here it will be M bar, then it will be Q1. Okay, it is equal to M XOR Q1. Okay, now let's see the simplified expression for T1. This is the 4 variable K-map corresponding to T1. നമുക്കറിയാം എം Q3 Q2 Q1 ആ ഒരു 4 ബിറ്റ് കോമ്പിനേഷൻസിൽ ഏത് കോമ്പിനേഷൻ വന്നാലും T1 എന്ന് പറയുന്നത് 1 ആണ്. അതായത് കറസ്പോണ്ടിങ്ങിലെ എല്ലാ സെൽസിനകത്തും വി ഹാവ് എൻറ്റേർഡ് 1 ആൻഡ് വി ക്യാൻ ഗ്രൂപ്പ് ഓൾ ദീസ് വൺസ് ടുഗദർ. ഓക്കെ, ദെൻ കറസ്പോണ്ടിങ്ങിലി the T1 will be equal to 1. T1 is equal to 1. Okay, these are the expressions corresponding to the T input. ഈ ഒരു T ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഒബ്റ്റെയിൻ ദ സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, 3 ബിറ്റ് സിങ്ക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ വി ഹാവ് ടു യൂസ് 3 ഫ്ലിപ്പ് ഫ്ലോപ്സ്. വി ആർ യൂസിങ് 3 T ഫ്ലിപ്പ് ഫ്ലോപ്സ്. സിങ്ക്രണസ് കൗണ്ടർ ആയതുകൊണ്ട് തന്നെ വി ഹാവ് ടു കണക്ട് ദ സെയിം ക്ലോക്ക് സിഗ്നൽ ടു ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ്. Then connect the T inputs as per these equations. ഈ ഇക്വേഷൻസിൽ എങ്ങനെയാണോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ T ഇൻപുട്ടിൽ സിഗ്നൽസ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. Then this counter will act as a up down counter. When the mode signal is equal to 0, it will count upward. When mode is equal to 1, it will count downward. Let's see the circuit diagram corresponding to the 3-bit synchronous up down counter. Okay, to implement the circuit of a 3-bit up-down counter, we have to use 3 flip-flops. We can use any flip-flop. Here we have designed for a T flip-flop. So we are using 3 T flip-flops. And we know that here it is a synchronous up-down counter. That is, we are applying a single clock signal to all the flip-flops. ഒരു സിംഗിൾ ക്ലോക്ക് സിഗ്നലാണ് നമ്മൾ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനകത്തേക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പും സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും ക്ലോക്ക് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് എ synchronous up down counter. Okay, all the flip flops are receiving the clock signal simultaneously. Okay, then ഇവിടെ നമുക്ക് mode signal കാണാം. Mode signal and its inverter version is available here. Now we have to connect the T1, T2 and T3 inputs as per the equations. Okay, നമ്മൾ already designing stage complete ചെയ്തതാണ്. ഡിസൈനിങ്ങിൽ we have obtained that T1 is equal to 1, T2 is equal to M Q1 bar or M bar Q1 and T3 is equal to M Q2 bar Q1 bar or M bar Q2 Q1. Okay, ഇതാണ് നമുക്ക് obtain ചെയ്തിട്ടുള്ള T values എന്ന് പറയുന്നത്. ഇൻപുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സിഗ്നൽസ് ആണ് ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്. ദെൻ വി ഹാവ് ടു കണക്ട് ദ T ഇൻപുട്സ് ആസ് പെർ ദീസ് ഇക്വേഷൻസ്. ദെൻ വി വിൽ ഗെറ്റ് ദ കൗണ്ട് ഔട്ട്പുട്ട് അറ്റ് Q1, Q2, Q3. ഓക്കെ, Q3, Q2, Q1 ഈ 3 ഔട്ട്പുട്ട്സിലായിരിക്കും നമുക്ക് കൗണ്ടറിൻ്റെ ഔട്ട്പുട്ട് അവൈലബിൾ ആയിരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ് വിൽ ബി ഐദർ ഇൻ ദ അസെൻഡിങ് ഓർഡർ ഇഫ് M is equal to 0 or it will be in the descending order if M is equal to 1. Okay, now we have to connect the T inputs as per these equations. Here we know that T1 is equal to 1. That is, the first flip-flop input T1 is equal to 1. That is, we have to connect it into a logic 1 permanently. Okay, then T2 is equal to M Q1 bar or M bar Q1. Okay, first M Q1 bar എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? Here M is available, then Q1 bar is available here. Okay, then we have to add these two terminals together. M Q1 bar. Okay, the output of this AND gate will be M Q1 bar. Again we have to implement M bar Q1. Okay, then this is M bar, we have to AND it with Q1. Okay, then its output will be M bar Q1. Okay, now we have to OR these two terms together. Okay, and its output has to be given to the terminal T2. T2 എന്നുള്ളൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇൻപുട്ടിലേക്ക് ഈ ഒരു ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ T2 is equal to M bar Q1 or M Q1 bar. Okay, T3 is equal to M Q2 bar Q1 bar or M bar Q2 Q1. Okay, ഈ ഒരു ടേം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത്
എം ഇൻറ്റു ക്യൂ വൺ ബാർ എന്നുള്ളത് ഇവിടെ ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആണ്. എം ആൻഡ് ക്യൂ വൺ ബാർ എന്നുള്ളത് ഇംപ്ലിമെൻറ്റഡ് ആണ്. നൗ വി ഹാവ് ടു ആൻഡ് എ ക്യൂ ടു ബാർ അലോങ് വിത്ത് ദിസ് ടേം. അതായത് എം ക്യൂ വൺ ബാർ എന്നുള്ളത് ഈ ഒരു ടെർമിനലിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യൂ ടു ബാർ ആൻഡ് ചെയ്യുകയാണെങ്കിൽ we will get this term. Okay, Q2 bar is available here. Okay, so we have to take the connection from this terminal and it with this Q2 bar. Here its output will be M Q1 bar Q2 bar. Okay, then this term M bar Q2 Q1. ഇതിനകത്ത് എം ബാർ ക്യൂ വൺ ഈസ് അവൈലബിൾ ഹിയർ. നൗ വി ഹാവ് ടു ആൻഡ് ദിസ് ടേം വിത്ത് ക്യൂ ടു. ഓക്കെ, എം ബാർ ക്യൂ ടു ക്യൂ വൺ ആണ് നമുക്ക് വേണ്ടത്. എം ബാർ ക്യൂ വൺ ഇവിടെ അവൈലബിൾ ആണ്. ക്യൂ ടു ഈസ് അവൈലബിൾ ഹിയർ. ദെൻ വി ഹാവ് ടു ആൻഡ് ദിസ് ടേം വിത്ത് ദിസ് ക്യൂ ടു. ദെൻ വി വിൽ ഗെറ്റ് ദ ആൻഡ് ഗേറ്റ് ഔട്ട്പുട്ട് ആസ് എം ബാർ ക്യൂ വൺ ക്യൂ ടു. ഓക്കെ, ഈ രണ്ട് ടേംസും ഒബ്റ്റെയിൻ ചെയ്തു. നൗ വി ഹാവ് ടു ഓർ ദീസ് ടു ടേംസ് ടുഗദർ and its output will be connected to T3. T3 is equal to M bar Q1 Q2 or M Q1 bar Q2 bar. Okay, then we have established the connection of the counter circuit. Now we can obtain the output at these terminals. That is, the output will be available at Q1, Q2 and Q3. ഈ മൂന്ന് ടെർമിനൽസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ ദ ഓർഡർ Q3, Q2, Q1 എന്നുള്ളൊരു ഓർഡറിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഒബ്റ്റെയിൻ ദ കൗണ്ട് ഔട്ട്പുട്ട് അറ്റ് ദീസ് ടെർമിനൽസ്. ഓക്കെ, ഐദർ ഇറ്റ് വിൽ ബി അപ്പ് കൗണ്ടിങ് ഓർ down counting depending on the mode signal. Okay, this is the circuit diagram and the designing steps of a 3-bit synchronous up down counter. Okay.